എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഇന്ന് എൻ്റെ യൂറോപ്പ് യാത്രയിലെ ഏറ്റവും മനോഹരമായ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ യൂറോപ്പിലേക്ക് വന്നത് നെതർലാൻഡിലുള്ള എൻ്റെ മകൻ്റെ വീട്ടിലേക്കാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ ഫ്രാൻസിലേക്ക് വന്നിരിക്കുകയാണ്. ഫ്രാൻസിലേക്ക് ഞങ്ങൾ കാറിലാണ് വന്നിരിക്കുന്നത്. മകൻ തന്നെയാണ് കാർ ഓടിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ റോഡുകളും കാഴ്ചകളുമെല്ലാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെട്ടില്ല. നെതർലാൻഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി നെതർലാൻഡ് വളരെ മനോഹരമായ രാജ്യമാണെന്ന്. പക്ഷേ ഇപ്പോൾ ഫ്രാൻസ് കാണുമ്പോൾ അത് അതിലേറെ മനോഹരമായിരിക്കുന്നു. മനോഹരമായ കാഴ്ചകളും ദൃശ്യങ്ങളും റോഡുകളും എല്ലാമാണ് ഇവിടെയും കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഫ്രാൻസിൽ എത്തിയിരിക്കുകയാണ്. വളരെ ദൂരം യാത്ര ചെയ്തുവെങ്കിലും യാതൊരുവിധ മടുപ്പോ അസ്വസ്ഥതകളോ ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ സന്തോഷമേറിയ നിമിഷത്തിൻ്റെ കാരണവും എന്താണെന്നല്ലേ? ഞാൻ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്നല്ലേ? എൻ്റെ മോനും അവൻ്റെ ഭാര്യ കീർത്തനയും മാസ്റ്റേഴ്സ് ചെയ്തത് ഫ്രാൻസിലെ റുഹ എന്ന പട്ടണത്തിലുള്ള ഇസിജലക് യൂണിവേഴ്സിറ്റിയിലായിരുന്നു മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ അവർ വളരെ അധികം പ്ലാൻ ചെയ്ത് അവരെന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ കോളേജിൻ്റെ കാഴ്ചകളും അവിടുത്തെ അവരുടെ അനുഭവങ്ങളും എല്ലാം ഒന്നുകൂടി ഓർമ്മിക്കുന്നതിനും അതെല്ലാം എന്നെ കൂടി കാണിച്ചു തരുന്നതിനും വേണ്ടി ഞങ്ങളിവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കോളേജിൻ്റെ അടുത്തെത്തി വണ്ടി പാർക്ക് ചെയ്തു. അപ്പോഴേക്കും 2-3 മിലിറ്ററി വാഹനങ്ങളും ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അത് ദൂരെ നിന്ന് നിങ്ങൾക്ക് കാണാം. വാഹനത്തിൽ നിന്നിറങ്ങി അവർ എൻ്റെ അടുത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ പകർത്താൻ നോക്കിയിട്ട് അത് അവരെ നന്നായിട്ട് കാണുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. അവരവിടെ നിന്ന് എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വാഹനത്തിൽ നിന്നിറങ്ങി മുന്നോട്ട് കോളേജും അതിൻ്റെ പരിസരവും എല്ലാം കാണുന്നതിന് വേണ്ടി പോവുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് കോളേജിൻ്റെ അകത്ത് കയറുവാനോ കോളേജിൻ്റെ അകത്തെ കാഴ്ചകൾ കാണുവാനോ ടീച്ചേഴ്സിനെ കാണുവാനോ സാധിക്കുകയില്ല. ഇന്ന് പുറമേ നിന്നുള്ള കാഴ്ചകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പകർത്തുന്നത്. ഇവരിവിടെ ഇസിജലക്കിൽ ഇവർ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ ഇവർക്ക് ഫ്രഞ്ച് ഭാഷ പഠിക്കുവാനുണ്ടായിരുന്നു. ഫ്രഞ്ച് ഭാഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് ഒരു 2 lakh ക്യാഷ് പ്രൈസും ഉണ്ടായിരുന്നു. അപ്പോൾ മെൽവിൻ വളരെ നന്നായി പഠിച്ച് ഫ്രഞ്ച് ഭാഷയിൽ 1ാം സ്ഥാനക്കാരനായി പാസ്സാവുകയും ആ 2 lakh ഗിഫ്റ്റ് ക്യാഷ് പ്രൈസ് അവൻ മേടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് ഫ്രഞ്ച് ഭാഷ പഠിപ്പിച്ച ആ മാഡത്തിനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹവും ഇവരുടെ മനസ്സിലുണ്ട്. മാഡത്തോട് ഈ വിവരം അറിയിച്ചപ്പോൾ മാഡം അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഊണിന് ക്ഷണിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ അവിടേക്ക് പോകുവാനുള്ള സമയക്കുറവ് കൊണ്ട് ഞങ്ങൾ മാഡത്തിൻ്റെ വീട്ടിലോട്ട് പോയില്ല. ഇവിടെ റുഹ എന്ന സ്ഥലത്താണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. അവിടെ ഒരു കത്തീഡ്രൽ പള്ളിയുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് ആ പള്ളിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് മാഡത്തിനെ കാണാമെന്നാണ് വിചാരിക്കുന്നത്.
ഒന്നുകൂടെ പറ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വീഡിയോ ഓണില്ലായിരുന്നു. ഇവിടെ ഏത് കോഴ്സാണ് പഠിച്ചേ? കൊച്ചും പഠിച്ചോ? അപ്പം നിങ്ങളുടെ ഈസി ജലക്കിൻ്റെ പേര് വരണ്ടേ? കാണുന്നില്ല. അതെ, ഈസി ജലക്ക്. ഇവിടെ കോഴ്സ് ചെയ്ത് പിന്നെ എവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്ത് കീർത്തന എന്നിട്ടിപ്പോൾ നെതർലാൻഡിൽ വർക്ക് ചെയ്യുന്നു. സൂപ്പർ. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടെ വരാൻ പറ്റിയത് എനിക്ക് സന്തോഷം. എന്നെ കൂടെ പഠിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോയും വീഡിയോസും എല്ലാം എടുത്ത് കുറച്ച് സമയം ഇവിടെ എല്ലാം ചുറ്റി നടന്നു കണ്ട് അങ്ങനെ ഇതെല്ലാം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഇനി തിരിച്ച് പുറപ്പെടുകയാണ്. നല്ല പരിസരവും ശുചിമായ കാലാവസ്ഥയും എല്ലാമാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ മക്കൾ പറഞ്ഞു അവർ ഇവിടെ ആയിരുന്ന സമയത്ത് അവർ ഫുഡ് വല്ലപ്പോഴുമൊക്കെ പോയി ഫുഡ് കഴിച്ചിരുന്ന ഹോട്ടലുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സന്തോഷകരമായിട്ട് ഈ സമയങ്ങൾ പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്ത് ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ഈ സമയങ്ങൾ ഇവിടെ ആയിരുന്നു. ഇത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ത്രൂ ആണ് മകനിവിടെ വരുവാനും പഠിക്കുവാനും ഒക്കെ സാധിച്ചത്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു 12 ഡിഗ്രി പ്രോഗ്രാം ആയിരുന്നു MIT മണിപ്പാൽ. അവിടെ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ചെയ്ത് ഇവിടെ മാസ്റ്റർ ഓഫ് സയൻസും ചെയ്തു. അങ്ങനെ ഒരു 12 ഡിഗ്രി പ്രോഗ്രാം ആയിരുന്നു. മണിപ്പാൽ ത്രൂ ആയിരുന്നത് കൊണ്ട് നമ്മൾക്ക് യാതൊരു ഭയമോ ബുദ്ധിമുട്ടുകളോ ടെൻഷനോ ഒന്നും ഉണ്ടായില്ല. മക്കൾക്ക് വരുവാനും പഠിക്കുവാനും എല്ലാം യാതൊരു ചതിയിലും ഒന്നും പെടാതെ പഠിക്കുവാനും എല്ലാം സാധിച്ചു. ഇപ്പോൾ ഞങ്ങൾ അവർ ഭക്ഷണം കഴിച്ചിരുന്ന പഴയ ഹോട്ടലിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ അന്നത്തെ കാശിന് അവർ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു, കാശിന് എത്രമാത്രം സൂക്ഷിച്ചാണ് ചിലവ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ അവർ പരസ്പരം ചർച്ച ചെയ്യുകയായിരുന്നു. കേട്ടപ്പോൾ എനിക്കും മനസ്സിന് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കുന്നതിനായി കയറി. അവിടെ നമ്മൾക്ക് റൈസ് ഐറ്റംസൊക്കെ എല്ലാ ഹോട്ടലുകളിലൊന്നും റെസ്റ്റോറൻറ്റുകളിലൊന്നും നമുക്ക് കിട്ടാറില്ല.
അവിടുത്തെ ഫുഡുകളാണ്. കുഴപ്പമില്ല, കുറച്ച് എരിവും ഉപ്പും എല്ലാം കുറവാണെങ്കിലും നല്ല ഫുഡാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഭക്ഷണമെല്ലാം കഴിച്ച് ഇവിടെ നിന്നും തിരിക്കുകയാണ്. ഇനി മക്കൾ അന്ന് താമസിച്ചിരുന്ന സ്ഥലങ്ങൾ കൂടി കാണുവാനുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.